ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമർ മോട്ടോഴ്സ് കാവന്നൂർ. ഇപ്പൊ തണ്ടർബേർഡ് ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പം ലോങ് റൈഡ് ഏതെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഫ്യൂസോ മറ്റോ കാര്യങ്ങളോ ലൈറ്റ് ഏതോ കാര്യങ്ങളോ പോയി കഴിഞ്ഞാൽ അത് എവിടെയാണ് ഫ്യൂസ് എന്നുള്ള ആർക്കും അറിയില്ല. വണ്ടി സ്റ്റാർട്ടിങ് ഉണ്ടാവും, ബാക്കിയുള്ള കാര്യങ്ങൾ ലൈറ്റ്സും കാര്യങ്ങളൊന്നും കത്തുന്നില്ല. ഇത് ഫ്യൂസ് കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളതാണ് ആളുകളുടെ പ്രശ്നം. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിഷയമാണത്. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഇവിടെ ഈ സാധനം കവർ അയച്ചു, ഇപ്പോൾ ഫ്യൂസ് ഒന്നും കാണാതെ മെയിൻ ഫ്യൂസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ ഒറ്റ മെയിൻ ഫ്യൂസ് മാത്രമേ ഉള്ളൂ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതേമാതിരി ഇപ്പോൾ സീറ്റ് അയക്കുകയാണെങ്കിലും സീറ്റിൻ്റെ അടിയിലും ഫ്യൂസ് ഒന്നുമില്ല. തണ്ടർബേർഡ് പഴയ മോഡലിൻ്റെ ഫ്യൂസ് ഇവിടെയാണ് വന്നത്. എക്സ് ആണ് വണ്ടി. പഴയ മോഡലിൻ്റെ ഫ്യൂസ് ഇവിടെയാണ് വന്നേക്കുന്നത്. പക്ഷെ ഇതിലും ഫ്യൂസ് കാണാനില്ല. അപ്പം അതിനുള്ള കാര്യമാണ് അങ്ങോട്ട് പറഞ്ഞിരുന്നത് ഞാൻ. അപ്പം ഇതിന് നമുക്കിതിൽ എൽ കീ കൊടുത്തിട്ടുണ്ട്. ഇതെവിടെ ഉണ്ടാവും, ഇതെടുക്കുക. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, എൽ കീ സ്ക്രൂ ഉണ്ട്. ഇത് അയക്കുക. ഇത് അയക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഫ്യൂസ് ബോക്സ് അയക്കാൻ വേണ്ടിയിട്ടാണ് ഈ എൽ കീ ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ, എൽ കീ കൊടുത്തേക്കുന്നത്. അപ്പൊ എല്ലാ തണ്ടർബേർഡിലും ഈ ഒരു എൽ കീ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് എമർജൻസി കേസിൽ നമുക്ക് എന്തെങ്കിലും ഫ്യൂസോ മറ്റോ പോയിട്ടുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. കണ്ടില്ലേ, ഇതിങ്ങനെ കൊളുത്തി ഇതിനെ വലിച്ചാൽ ഫ്യൂസായി. ഫ്ലാഷർ ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടൻസർ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ഫ്യൂസ് ബോക്സ് വരുന്നത്. അപ്പൊ ഈ ഫ്യൂസ് ബോക്സ് കാണാതെ, ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ കാണാതെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടി എവിടെയെങ്കിലൊക്കെ ലൈനിലൊക്കെ പോയിട്ട് വിജനമായ സ്ഥലങ്ങളൊക്കെ പോയിട്ട് കുടുങ്ങി കഴിഞ്ഞാൽ ഇതെന്താ ചെയ്യുക? നമുക്ക് തന്നെ ഫ്യൂസ് നോക്കണമെങ്കിലൊക്കെ എന്താ ചെയ്യാന്ന് അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഫ്യൂസ് നോക്കണമെങ്കിൽ അത്യാവശ്യം ഇതൊക്കെ വീട്ടിൽ വരേണ്ട കാലം ഫ്യൂസ് നോക്കല്ലോ പോയിട്ട്. അപ്പൊ ഇതിന്റെ ഫ്യൂസ് ഇവിടെ എവിടെയും നോക്കിയാൽ കാണില്ല. അപ്പോൾ ഇതിന്റെ ഫ്യൂസ് കിടക്കുന്നത് ഇവിടെയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഏത് ഫ്യൂസ് ആണ് എന്നുള്ളത്, എന്താണോ പോയിട്ടുള്ളത് അതിന്റെ ഫ്യൂസും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം തണ്ടർബേർഡ് ഉപയോഗിക്കുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. അതായത് നിങ്ങൾ പിന്നെ ഒരു കാരണവശാലും ഈ ഒരു ഫ്യൂസിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കരുത് വിചാരിച്ചിട്ട്. കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് വിളിച്ചു ചോദിക്കുന്ന ഒരു വിഷയം കൊണ്ടും കൂടെ ഞാൻ പറയുന്നത് കേട്ടോ, തണ്ടർബേർഡിന്റെ ഫ്യൂസ് എവിടെയാണെന്നുള്ളത്. അപ്പൊ ഇതാണ് ഇതൊരു ചെറിയൊരു വീഡിയോ ചെയ്തേക്കുന്നത്. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.